കഞ്ചിക്കോട് മദ്യവിവാദം ചർച്ചയാകുമ്പോൾ 6 പതിറ്റാണ്ടോളം പ്രതാപത്തോടെ പ്രവർത്തിച്ച ഒരു മദ്യനിർമ്മാണശാലയുണ്ടായിരുന്നു ആലപ്പുഴ ചേർത്തലയിൽ. 850ഓളം ജീവനക്കാർ ഉണ്ടായിരുന്ന കമ്പനി 2018ഓടെ പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രവർത്തനം പുനരാരംഭിക്കുകയോ ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുത്ത് മറ്റെന്തെങ്കിലും വ്യവസായങ്ങൾ ആരംഭിക്കുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശ്രീധരനപ്പച്ചനെ പോലെ നിരവധി തൊഴിലാളികൾക്ക് ജീവനമാർഗമായിരുന്നു യുണൈറ്റഡ് സ്പിരിറ്റ്. 15 ഏക്കർ സ്ഥലത്ത് ഏകദേശം 850 തൊഴിലാളികളുമായി മുഴുവൻ സമയ പ്രവർത്തനം. ഞാൻ കയറിയ ആ സമയത്ത് 3 രൂപ 20 പൈസയാണ് എൻ്റെ ഒരു ദിവസം കാശ് ശമ്പളം. വയനാട് മക്ഡവൽ കമ്പനിയിൽ നിന്നും ദിവസവും 30ലധികം ലോറികൾ ലോഡുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുതിച്ചുപായുമായിരുന്നു. ഇന്ത്യയിലെ പ്രധാന മദ്യവ്യവസായിയായിരുന്ന വിത്തൻ മല്യയ്ക്ക് 1957 കേരള സർക്കാർ 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ 15 ഏക്കർ സ്ഥലത്താണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. കമ്പനി പൂട്ടുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം 225 ആയിരുന്നു. ഇവിടെ 2013 തൊട്ട് തുടങ്ങിയെങ്കിലും 15 ആയപ്പോഴത്തേക്ക് ഇവിടെ കമ്പനി ഘട്ടം ഘട്ടമായി പൂട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വി ആർ എസ് എന്നുള്ള സ്കീം കൊണ്ടുവരികയും കുറേ അധികം തൊഴിലാളികൾ, അതായത് പല യൂണിയൻ്റെയും നേതാക്കൾ ഉൾപ്പെടെ തൊഴിലാളികളെ പറഞ്ഞ് പിരിച്ചുവിടുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നു. അങ്ങനെ ഞങ്ങളൊരു 18 പേര് നിൽക്കുകയും ലാസ്റ്റ് 10 പേരായി ചുരുങ്ങുകയും ഞങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്കും പിരിയേണ്ടുന്നൊരവസ്ഥ വന്നു. 1959 ഫെബ്രുവരി 9 അന്നത്തെ എക്സൈസ് മന്ത്രി KR ഗൗരിയമ്മ തറക്കിലിട്ട യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന മക്ഡവൽ കമ്പനി പിന്നീട് സംസ്ഥാനത്തെ പ്രധാന മദ്യനിർമ്മാണശാലകളിലൊന്നായി മാറി. കമ്പനി അടച്ചുപൂട്ടിയെങ്കിലും സ്ഥലം മറ്റെന്തെങ്കിലും വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വ്യവസായം നടത്താൻ അല്ലെങ്കിൽ ഈ ഭൂമി സർക്കാരിലേക്ക് തിരികെ പോകണമെന്നുള്ളതാണ് അതിൻ്റെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ചില കേസുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അത് 2 വട്ടം റവന്യൂ സെക്രട്ടറി ഈ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ ചെറിയ കേസുണ്ട്. ആ കേസൊന്ന് സെറ്റിൽ ചെയ്തുകൊണ്ട് ഈ ഭൂമി സർക്കാർ തന്നെ ഏറ്റെടുത്താൽ ആദ്യമേ ഇവിടെ തന്നെ കുറേ കമ്പനികൾ വന്ന് നോക്കിയതെന്നാണ് നടത്താനായിട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ അടക്കമുള്ള വിദേശ മദ്യം അടക്കം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവിടെ മാറ്റിയെടുക്കാവുന്നതാണ്. പ്രതിമാസം 1.80 ലക്ഷം കേസ് ബിയറാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പുതിയ മദ്യനിർമ്മാണശാലയ്ക്കായി സ്ഥലം തേടുന്ന സർക്കാരിന് ചേർത്തലയിലെ പൂട്ടിപ്പോയ ഈ സ്ഥാപനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.